നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി കറണ്ട് ടു ട്രെൻഡ് എന്തൊക്കെയാണ്, ഈ ഒരു ട്രെൻഡ് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവല്, മുന്നാഴ്ചകളിലെ മുൻപ് നൽകിയിരിക്കുന്ന വീഡിയോസ് കണ്ടവർക്ക് അത് മനസ്സിലാകും കൃത്യമായിട്ടുള്ളൊരു ട്രെൻഡ് ഇപ്പം എന്താണെന്നുള്ളത്. അതായത് നമ്മൾ 25,800 താഴെ നിഫ്റ്റിക്ക് ലോങ് ടൈം ട്രെൻഡ് റിവേഴ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. ഷോർട്ട് ടൈം റിവേഴ്സിലല്ല സൂചിപ്പിച്ചിരുന്നത്, ലോങ് ടൈം ട്രെൻഡ് റിവേഴ്സിലാണ്. അപ്പം എപ്പോഴും ആ ഒരു ട്രെൻഡ് റിവേഴ്സിൽ തന്നെ ആ ഒരു ഹയർ ലെവലിൽ നിന്ന് പ്രിഡിക്ഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഹയർ ലെവലിൽ നിന്ന് തന്നെ നമ്മളത് പറയുമ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് എപ്പോഴും മനസ്സിലാക്കുക. കാരണം താഴത്തേക്ക് ചിലപ്പോൾ ഇനിയും ഫർദർ മൂവ്മെന്റ് പോലും സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ട്രെൻഡ് റിവേഴ്സിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്, ഹയർ ലെവലിൽ നിന്ന് തന്നെ ലോങ് ടൈം ട്രെൻഡ് റിവേഴ്സിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോസിൽ പറയാറുണ്ട്, ഇൻ കേസ് ഏതെങ്കിലും ഒരു സമയത്ത് അത് ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു അറ്റംപ്റ്റിൽ അത് വലിയ റിവാർഡ്, വലിയൊരു മൂവ്മെന്റ് മാർക്കറ്റിൽ അത് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ, മാർക്കറ്റ് സെല്ലായതിനു ശേഷം ബൈയിലേക്ക് കടക്കേണ്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിന്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇനി പറയാൻ പോകുന്ന ഒരു റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ഒരു ക്ലോസിംഗ് ലെവൽ നിലനിർത്തിയാൽ മാത്രമാണ് ഈ ഒരു ട്രെൻഡ് ഒന്ന് സ്റ്റോപ്പ് ആകുന്നത്, മുകളിലേക്ക് ഒരു ബൗൺസിന് സാധ്യത. അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ സെൽ ഓൺ റൈസ് ആണ്. ഓരോ റെസിസ്റ്റൻസിന്റെ അടുത്ത് എത്തുമ്പോഴും മാർക്കറ്റിന്റെ ഫാള് വന്നുകൊണ്ടിരിക്കും, ഷോർട്ട് സെല്ലേഴ്സ് മാർക്കറ്റിൽ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ മാർക്കറ്റ് ഇനി ബൈയിലേക്ക് കടക്കാനായിട്ടുള്ള സപ്പോർട്ടുകൾ ഉണ്ട്, പക്ഷെ ആ ഒരു സപ്പോർട്ടിൽ നിന്ന് സാധാരണമായിട്ടുള്ളൊരു ബൗൺസ് ആണ്. പക്ഷെ ബൈയിലേക്ക് കടക്കണമെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന റെസിസ്റ്റൻസ് ഏരിയയിലെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. നമ്മൾ 24,750 ഇതിന് മുകളിലേക്ക് ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യുന്നൊന്ന് സൂചിപ്പിച്ചിരുന്നു, പക്ഷെ അതൊരു ട്രെൻഡ് റിവേഴ്സൽ അല്ല. ഇതിന്റെ താഴത്തേക്ക് വന്നാൽ മാർക്കറ്റ് കൂടുതൽ വീക്ക്നെസ് ആവും. 24,750 താഴത്തേക്ക് കൂടുതൽ വീക്ക്നെസ് ആവും. 24,073 ലോ നിഫ്റ്റിയിൽ ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ലോവർ ലെവൽ കുറച്ചൊരു നല്ലൊരു സപ്പോർട്ട് എന്ന് പറയാനായിട്ട് ലോവർ ലെവൽ കാണുന്നത് 23,200 ആ ഒരു ലെവലിന്റെ അടുത്താണ്. ആ ലെവലിന്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് ഇനി കുറച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ എന്ന് കാണുന്നത്. അപ്പോൾ ഇതുവരെ സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് ലെവൽ കാണുന്നില്ല. ഇൻ കേസ് ബൗൺസ് ചെയ്താലും അത് ഫാളിലേക്ക് തന്നെ നിലനിൽക്കാനാണ് സാധ്യത. ഇനി നിഫ്റ്റിയുടെ സിറ്റുവേഷൻ, നിഫ്റ്റി ബൈയിലേക്ക് കടക്കണമെങ്കിൽ ഇനി പറയാൻ പോകുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ നിഫ്റ്റിയുടെ ഷോർട്ട് കവറിങ് അല്ലെങ്കിൽ ഒരു ബൈ സെന്റിമെന്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ് ആ ഒരു റെസിസ്റ്റൻസ് എന്ന് നോക്കാം. ഇത് ഡെയിലി ടൈം ഫ്രെയിമാണ്. ഈ ഡെയിലി ടൈം ഫ്രെയിലാണ് നമ്മൾ ഈ ഒരു വ്യൂ നടത്തുന്നത്. മാർക്കറ്റിന്റെ ഒരു സെരിവല് കാണുന്നത് 24,800 മുകളിലേക്കെങ്കിലും ഇതൊരു ബൈസിമലല്ല, ഒരു താൽക്കാലികമായിട്ടുള്ളൊരു ഷോർട്ട് കവറിങ് ആണ്. ലോങ് ടൈം മുകളിലേക്കുള്ളൊരു റിവേഴ്സൽ അല്ല. 24,800 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ താൽക്കാലികമായിട്ടൊരു ബൗൺസ് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. ഇതിന് മുകളിൽ ക്ലോസിംഗ് ലെവലിലാണ് നിലനിർത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലില് റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. കറണ്ട് ഒരു സിറ്റുവേഷനിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അതിനുശേഷം ഫർദർ താഴത്തേക്ക് വരാൻ സാധിക്കാതെ 24,800 മുകളിലേക്ക് ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തി കഴിഞ്ഞാൽ, ഡെയിലി കാലിൽ ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ തന്നെ ഉള്ള ഒരു ബൈ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഷോർട്ട് കവറിംഗ് മൊമെന്റം മുകളിലേക്ക് 200-300 പോയിന്റെങ്കിലും മിനിമം എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ കാണുന്നത്. ഇതനുസരിച്ച് നിഫ്റ്റി ലോങ്ങിലേക്ക് മാനേജ് ചെയ്യുക. ഇനി ഇൻട്രാഡ ലെവൽ നിഫ്റ്റിയുടെ കറണ്ട് ട്രെൻഡ് എങ്ങനെയാണ്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. ലോവർ ലെവല് ഓപ്പൺ ചെയ്യുന്നത് 24,100 തൊട്ട് താഴെയാണെങ്കിൽ ഷോർട്ട് സണ്ണിൽ തന്നെ ഇമ്പോർട്ടൻസ് നൽകുക. ചെറിയ ടൈം ഫ്രെയിമിലോ വലിയ ടൈം ഫ്രെയിമിലോ കിട്ടിയ ഷോർട്ട് സണ്ണിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 24,025 സപ്പോർട്ട് ഉണ്ട്. അത്ര വലിയ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് അല്ല. 975 സപ്പോർട്ട് ഉണ്ട്. ഇതും അത്ര വലിയ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് അല്ല. 24,875 സപ്പോർട്ട് ഉണ്ട്. 24,800, 875 ഈ ഒരു ഏരിയ ശ്രദ്ധിക്കുക. ഈ ഒരു ഏരിയ ലോവർ ലെവലിലേക്ക് വരുമ്പോൾ ഈ ഏരിയ ഒന്ന് ബൗൺസ് ചെയ്യാൻ സാധ്യമായിട്ടുള്ളൊരു സപ്പോർട്ടാണ്. ഈ ഒരു ഏരിയയിൽ അഗ്രസീവ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തത്.
ഓപ്പൺ ചെയ്യുന്നത് 24,195 മുകളിലാണ്. 24,200 ഹോൾഡ് ചെയ്തിട്ടാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയില ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കാം. 24,195 തന്നെ ആയിരിക്കണം സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യേണ്ടത്. ഈ ഒരു ലെവലിൽ നിന്ന് ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂസ് ചെയ്യാം. ക്വിക്കായിട്ടുള്ള ഒരു ബൗൺസ് കിട്ടും. പക്ഷെ ക്വിക്കായിട്ടുള്ള ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവ് ആണ്. ക്വിക്കായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നത് സേഫ് ആയിരിക്കും. റെസിസ്റ്റൻസ് കാണുന്നത് 24,280 ആണ്. 24,280, 20,380 റെസിസ്റ്റൻസ് ആണ്. 380 അടുത്ത് തോറും സ്ട്രോങ് ആണ്. അത് 400-നും 440 റേഞ്ചിലൊക്കെയാണ് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഹയർ ലെവലാണത്. അപ്പൊ പിന്നെ ഓപ്പൺ ചെയ്യുന്നത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസ് ഏരിയയിലാണ്. ഷോർട്ട് സെല്ലിന് ഇമ്പോർട്ടന്റ് കൊടുക്കാവുന്നതാണ്. സെലോൺ സ്ട്രാറ്റജി, സെലോൺ റൈസ് സ്ട്രാറ്റജി ഇവിടെ യൂട്ടിലൈസ് ചെയ്യാവുന്ന ഏരിയ ആണ്. ചെറിയ ടൈമിലോ വലിയ ടൈമിലോ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യും. സ്റ്റോപ്പ് ലൂസ് 2440 സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലൂസ് ആയിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ്. 24,380 മുകളിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 440 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് സ്റ്റോപ്പ് ലൂസ് 24,380. ഇതായിരിക്കണം സ്റ്റോപ്പ് ലൂസ് വരുന്നത്. അടുത്ത റെസിസ്റ്റൻസ് 24,555, 24,600. 24,600 സ്ട്രോങ് റെസിസ്റ്റൻസ്. ഹയർ ലെവലിലേക്ക് പോകും തോറും സ്ട്രോങ് റെസിസ്റ്റൻസ് 24,600-ന്റെ അടുത്തും അതുപോലെ തന്നെ 24,400-ന്റെ അടുത്തും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ 24,200 ഏരിയ ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ ലോവർ ലെവലിൽ നിന്ന് ഒരു ബൗൺസിനും സാധ്യതയുണ്ട്. അതായത് 24,100, 200 ഏരിയ. അപ്പൊ ഇത് ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ഒന്ന് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ഗ്രാഫാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോ നൽകുന്ന ഒരു സമയത്തായാലും ബാങ്ക് നിഫ്റ്റി ഈ ഒരു റേഞ്ചിലായിരുന്നു നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഈ റേഞ്ചിൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ 50,400 സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണ്. അപ്പൊ ഈ ഒരു ഏരിയയിൽ കൺസോൾട്ടേഷൻ നിലനിൽക്കാനുള്ള ഒരു സാധ്യതയായിട്ടാണ് മാർക്കറ്റ് കാണുന്നതെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ചില വീഡിയോ ശ്രദ്ധിക്കുക, കാണാത്തവർ ശ്രദ്ധിക്കുക. എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു ലെവലിൽ ഇങ്ങനെയാണ് വർക്ക് ചെയ്യാനായിട്ടൊരു സാധ്യത നമ്മൾ നൽകിയിരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ 50,400 താഴത്തേക്ക് ക്ലോസ് ചെയ്താൽ വീണ്ടും വീക്ക്നെസ് ആണ്. വീക്ക്നെസ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ തിരിച്ച് ഈ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിന്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ ഒരു ബൗൺസിനും സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത്. അതിനനുസരിച്ച് മാനേജ് ചെയ്യുക. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും ഹയർ ലെവലിലേക്ക് റെസിസ്റ്റൻസുകളാണ് കാണുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ യെല്ലോ കളർ മാർക്ക് ചെയ്തിരിക്കുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 51,200 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസ് ചെയ്യുന്ന അടുത്ത സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ 50,90 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി സ്റ്റോപ്പ് ലൂസ് 51,000 സ്റ്റോപ്പ് ലൂസ് പ്ലേസ് ചെയ്തുകൊണ്ട് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത സപ്പോർട്ട് കാണുന്ന 50,575 സപ്പോർട്ട് കാണുന്നത്. ഈ ഒരു ലെവലാണ് സപ്പോർട്ട് കാണുന്നത്. 50,475, 50,400 ഈ ഒരു ലെവലും സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണ്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ഈ ഒരു ലെവലാണെങ്കിൽ സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 50,400 താഴെ 50,475 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്ന താഴെ കുറച്ചധികം വീക്ക്നെസ് ആണ് കാണുന്നത്. അതുപോലെ ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ ഒരു റേഞ്ചിലാണെങ്കിൽ താൽക്കാലികമായിട്ട് ബൗൺസ് ചെയ്താലും റെസിസ്റ്റൻസിന്റെ അടുത്ത് തീരുമാനം എടുക്കുക. റെസിസ്റ്റൻസ് അടുത്ത് നിന്നുള്ള ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ഓപ്പൺ ചെയ്ത് 51,100 ആണെങ്കിൽ 50,900 ഹോൾഡ് ചെയ്തുകൊണ്ട് 51,100 മുകളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി ചെയ്യാം. 50,900 സ്റ്റോപ്പ് ലോസ്, സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് 50,900. 51,185 ക്വിക്ക് പ്രോഫിറ്റ് ബുക്ക് വേണം. കാരണം ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. 51,185, 300, 51,410 റെസിസ്റ്റൻസിന്റെ അടുത്തൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാളിനും സാധ്യതയുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് റെസിസ്റ്റൻസ് ഒന്ന് വരച്ചിട്ടതിന് ശേഷം
മാർക്കറ്റ് എവിടെയാണ് ഇതിന്റെ താഴെ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ധൈര്യമായിട്ട് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. പക്ഷേ ഇതിന്റെ മുകളിലേക്ക് സമയം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, അഗ്രസീവായിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ട്രെൻഡ് മാഗ്നിഫിഷ്യസ് ട്രെൻഡ് നിഫ്റ്റിയെ അപേക്ഷിച്ച് കുറച്ചൊരു പോസിറ്റീവാണ്, പക്ഷെ നെഗറ്റീവ് തന്നെയാണ്. ട്രെൻഡ് നെഗറ്റീവ് തന്നെയാണ്. നിഫ്റ്റി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വീക്ക്നെസ്സിലാണ്. അപ്പോൾ നിഫ്റ്റി ഇത്ര സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക, എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡ് നിലനിർത്താനായിട്ട് സാധിക്കും. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസത്തെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.